എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പരാമർശിക്കുന്ന സാറാ തോമസിൻ്റെ കൃതി. തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പരാമർശിക്കുന്ന സാറാ തോമസിൻ്റെ കൃതി നാർമടിപ്പുടവ. നാർമടിപ്പുടവയാണ് തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പരാമർശിക്കുന്ന സാറാ തോമസിൻ്റെ കൃതി. പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി. പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി നല്ല ഭാഷ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച നല്ല ഭാഷയാണ് പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി. ദസ്തയോവ്സ്കിയുടെ കഥ പറയുന്ന പെരുമ്പടവം ശ്രീധരൻ്റെ നോവൽ. ദസ്തയോവ്സ്കിയുടെ കഥ പറയുന്ന പെരുമ്പടവം ശ്രീധരൻ്റെ നോവൽ ഒരു സങ്കീർത്തനം പോലെ. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലാണ് ദസ്തയോവ്സ്കിയുടെ കഥ പറയുന്ന പെരുമ്പടവം ശ്രീധരൻ്റെ നോവൽ. പാട്ടുസാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നിർണയിച്ചിരിക്കുന്ന കൃതി. പാട്ടുസാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നിർണയിച്ചിരിക്കുന്ന കൃതി ലീലാതിലകം. ലീലാതിലകമാണ് പാട്ടുസാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നിർണയിച്ചിരിക്കുന്ന കൃതി. തകഴിയുടെ കയർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. തകഴിയുടെ കയർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് N. ശ്രീകണ്ഠൻ നായർ. N. ശ്രീകണ്ഠൻ നായരാണ് തകഴിയുടെ കയർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ചന്തുമേനോൻ രചിച്ച അപൂർണ കൃതി. ചന്തുമേനോൻ രചിച്ച അപൂർണ കൃതി ശാരദ. ശാരദയാണ് ചന്തുമേനോൻ രചിച്ച അപൂർണ കൃതി. പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന N. മോഹനൻ്റെ നോവൽ. പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന N. മോഹനൻ്റെ നോവൽ ഇന്നലത്തെ മഴ. ഇന്നലത്തെ മഴയാണ് പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന N. മോഹനൻ്റെ നോവൽ. ഗാന്ധിജിയുടെ ജീവചരിത്രം മോഹൻദാസ് ഗാന്ധി ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഗാന്ധിജിയുടെ ജീവചരിത്രം മോഹൻദാസ് ഗാന്ധി ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം മോഹൻദാസ് ഗാന്ധി ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനം. ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനം ദേവഗീത. ദേവഗീതയാണ് ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള കൃതി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള കൃതി കേരള ഭാഷാ സാഹിത്യ ചരിത്രം. R. നാരായണ പണിക്കർ രചിച്ച കേരള ഭാഷാ സാഹിത്യ ചരിത്രമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള കൃതി. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി അക്ഷരം. അക്ഷരമാണ് ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. N. കക്കാടിൻ്റെ വയലാർ അവാർഡ് നേടിയ കൃതി. N. കക്കാടിൻ്റെ വയലാർ അവാർഡ് നേടിയ കൃതി സഫലമീ യാത്ര. സഫലമീ യാത്രയാണ് N. കക്കാടിൻ്റെ വയലാർ അവാർഡ് നേടിയ കൃതി. EMSനെ കുറിച്ച് പരാമർശിക്കുന്ന M. മുകുന്ദൻ രചിച്ച കൃതി. EMSനെ കുറിച്ച് പരാമർശിക്കുന്ന M. മുകുന്ദൻ രചിച്ച കൃതി കേശവൻ്റെ വിലാപങ്ങൾ. കേശവൻ്റെ വിലാപങ്ങളാണ് EMSനെ കുറിച്ച് പരാമർശിക്കുന്ന M. മുകുന്ദൻ രചിച്ച കൃതി. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ആരുടെ വരികളാണിത്? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്നത് ആരുടെ വരികളാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്നത്. ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകം. ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകം കൂട്ടുകൃഷി. കൂട്ടുകൃഷിയാണ് ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകം. M.K. സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി. M.K. സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിക്കാണ് M.K. സാനുവിന് വയലാർ അവാർഡ് ലഭിച്ചത്. ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്നറിയപ്പെടുന്നത്. ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യറാണ് ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്നറിയപ്പെടുന്നത്. 13 AD നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം. 13 AD നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം മണിപ്രവാളം. മണിപ്രവാളമാണ്
13 AD നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം. സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ. വള്ളത്തോളാണ് സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത്. 1847 ഏത് സ്ഥലത്തു നിന്നാണ് ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധീകരിച്ചത്? 1847 ഏത് സ്ഥലത്തു നിന്നാണ് ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരി. തലശ്ശേരിയിൽ നിന്നാണ് 1847 ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധീകരിച്ചത്. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ എന്ന കൃതി സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ എന്ന കൃതി സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇന്ത്യൻ ഭാഷകളിലാദ്യമായി മലയാളത്തിൽ കാൾ മാർക്സിൻ്റെ ജീവചരിത്രം രചിച്ചത്? ഇന്ത്യൻ ഭാഷകളിലാദ്യമായി മലയാളത്തിൽ കാൾ മാർക്സിൻ്റെ ജീവചരിത്രം രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ് ഇന്ത്യൻ ഭാഷകളിലാദ്യമായി മലയാളത്തിൽ കാൾ മാർക്സിൻ്റെ ജീവചരിത്രം രചിച്ചത്. SNDP യോഗത്തിൻ്റെ ത്രിമൂർത്തി നേതൃത്വം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? SNDP യോഗത്തിൻ്റെ ത്രിമൂർത്തി നേതൃത്വം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ. ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ എന്നിവരാണ് SNDP യോഗത്തിൻ്റെ ത്രിമൂർത്തി നേതൃത്വം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം? കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. 1938 കല്ലറ പാങ്ങോട് സമരം നടന്നത്. 1946 ഇരിങ്ങാലക്കുടയിൽ നടന്ന കുട്ടംകുളം സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര്? 1946 ഇരിങ്ങാലക്കുടയിൽ നടന്ന കുട്ടംകുളം സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് വഴിനടക്കൽ സമരം. 1946 ഇരിങ്ങാലക്കുടയിൽ നടന്ന കുട്ടംകുളം സമരത്തിൻ്റെ മറ്റൊരു പേരാണ് വഴിനടക്കൽ സമരം. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചിയിലെ രാജാവ്? ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചിയിലെ രാജാവ് കേരളവർമ്മ ഏഴാമൻ. കേരളവർമ്മ ഏഴാമനാണ് ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചിയിലെ രാജാവ്. രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി? രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി KR നാരായണൻ. KR നാരായണനാണ് രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി. 1920 വടകര ആസ്ഥാനമാക്കി സിദ്ധസമാജം സ്ഥാപിച്ചത്? 1920 വടകര ആസ്ഥാനമാക്കി സിദ്ധസമാജം സ്ഥാപിച്ചത് സ്വാമി ശിവാനന്ദ പരമഹംസൻ. സ്വാമി ശിവാനന്ദ പരമഹംസനാണ് 1920 വടകര ആസ്ഥാനമാക്കി സിദ്ധസമാജം സ്ഥാപിച്ചത്. 1926 ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? 1926 ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ M.E. നായിഡു. ഡോക്ടർ M.E. നായിഡു ആണ് 1926 ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത്? ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരനാണ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും എന്ന് പറഞ്ഞത്? ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും എന്ന് പറഞ്ഞത് C. കേശവൻ. C. കേശവനാണ് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും എന്ന് പറഞ്ഞത്. വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ്? വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ് പെരിയോർ E.V. രാമസ്വാമി നായ്ക്കർ. പെരിയോർ E.V. രാമസ്വാമി നായ്ക്കറാണ് വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ്. സംസ്ഥാനത്ത് ജനകീയാസൂത്രണ പദ്ധതി ആരംഭിച്ചതെന്ന്? സംസ്ഥാനത്ത് ജനകീയാസൂത്രണ പദ്ധതി ആരംഭിച്ചതെന്ന് 1996 ഓഗസ്റ്റ് 17. 1996 ഓഗസ്റ്റ് 17 സംസ്ഥാനത്ത് ജനകീയാസൂത്രണ പദ്ധതി ആരംഭിച്ചത്. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം കോൺഗ്രസുമായുള്ള ബന്ധം വിട്ട K. കേളപ്പൻ ചേർന്ന രാഷ്ട്രീയ കക്ഷി? സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം കോൺഗ്രസുമായുള്ള ബന്ധം വിട്ട K. കേളപ്പൻ ചേർന്ന രാഷ്ട്രീയ കക്ഷി കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിലാണ് സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം കോൺഗ്രസുമായുള്ള ബന്ധം വിട്ട K. കേളപ്പൻ ചേർന്ന രാഷ്ട്രീയ പാർട്ടി.
ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് അനധികൃതമായി ക്ഷേത്രമണി അടിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹി. പി. കൃഷ്ണപിള്ള. പി. കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് അനധികൃതമായി ക്ഷേത്രമണി അടിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹി. തിരുവിതാംകൂറിൽ അവർണർക്കും കഥകളി നടത്താനുള്ള അനുമതി നേടിക്കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ്. തിരുവിതാംകൂറിൽ അവർണർക്കും കഥകളി നടത്താനുള്ള അനുമതി നേടിക്കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ് തിരുവിതാംകൂറിൽ അവർണർക്കും കഥകളി നടത്തുവാനുള്ള അനുമതി നേടിക്കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന മസ്തിഷ്ക ഭാഗം തലാമസ്. തലാമസ് ആണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന മസ്തിഷ്ക ഭാഗം. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. റിഫ്ലക്സ് പ്രവർത്തനങ്ങളാണ് ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങൾ. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമോ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ്. പാർക്കിൻസൺസ് രോഗമാണ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമോ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗം. നേത്രലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ. നേത്രലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ സീലിയറി പേശികൾ. സീലിയറി പേശികളാണ് നേത്രലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശസമൂഹം. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശസമൂഹം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശസമൂഹം. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ മെലാറ്റോണിൻ. മെലാറ്റോണിനാണ് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം പ്രോക്സിമ സെന്റോറി. പ്രോക്സിമ സെന്റോറിയാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത്. ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത് ആംഫോറ്ററിക്. ആംഫോറ്ററിക് എന്നാണ് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത്. അന്തരീക്ഷവായുവിൽ നൈട്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വാതകം. അന്തരീക്ഷവായുവിൽ നൈട്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓക്സിജൻ. ഓക്സിജനാണ് അന്തരീക്ഷവായുവിൽ നൈട്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വാതകം. മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിവിനൈൽ ക്ലോറൈഡ്. പോളിവിനൈൽ ക്ലോറൈഡ് ആണ് മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. ദൂരേക്ക് എറിയുന്ന കല്ലിൽ പതനം ഏതുതരം ചലനമാണ്? ദൂരേക്ക് എറിയുന്ന കല്ലിൽ പതനം ഏതുതരം ചലനമാണ്? വക്രരേഖ ചലനം. ദൂരേക്ക് എറിയുന്ന കല്ലിൽ പതനം വക്രരേഖ ചലനമാണ്. ഒരു മൂലകം തന്നെ പ്രകൃതിയിൽ വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസം. ഒരു മൂലകം തന്നെ പ്രകൃതിയിൽ വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസം രൂപാന്തരത്വം. രൂപാന്തരത്വമാണ് ഒരു മൂലകം തന്നെ പ്രകൃതിയിൽ വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.